സോ നമ്മൾ ഗൂഗിൾ അനാലിറ്റിക്സ് എന്ന് പറയുന്നത് എപ്പോഴും വെബ്സൈറ്റുകളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. വാട്ട് അബൌട്ട് ഫേസ്ബുക്ക്? ഫേസ്ബുക്കിന്റെ എന്താണ് നമ്മളുടെ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ ഫേസ്ബുക്കിന്റെ എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്താലാണ് നമുക്ക് മനസ്സിലാവുക നമ്മളുടെ ഫേസ്ബുക്ക് ക്യാമ്പയിൻസ് എത്രമാത്രം നന്നായിട്ടാണ് പോകുന്നത്, എത്രമാത്രം മോശമായിട്ടാണ് പോകുന്നത് എന്നൊക്കെ. ഫേസ്ബുക്ക് അനാലിറ്റിക്സ് ആയിരുന്നു പണ്ട്, ഇപ്പൊ ഇൻസൈറ്റ് ആക്കിയില്ല. ഫേസ്ബുക്ക് ഇൻസൈറ്റ്സ് ഫേസ്ബുക്ക് ഇൻസൈറ്റ്സിന് എന്തെങ്കിലും കോഡുകൾ നമുക്ക് കിട്ടാറുണ്ടോ? നമ്മളെങ്ങനെയാണ് വെബ്സൈറ്റിലേക്ക്? ഉണ്ട്. അത് വെച്ചാണല്ലോ നമുക്ക് എത്ര ഇത് കയറുന്നുണ്ടോ ഇല്ലെന്ന് അറിയുന്നത്. എഫ് അങ്ങനെയുണ്ട് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അല്ലേ? യാ, ഐ തിങ്ക് യു സെറ്റ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഞാൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ എന്തോ ഒരു കേസിൻ്റെ എങ്ങനെ പറഞ്ഞായിരുന്നു, നമ്മളിങ്ങനെ ഫേസ്ബുക്കിൽ കയറുമ്പോ അങ്ങനെ ഒരു സംഭവം അവര് റീഡ് ചെയ്യുന്നുണ്ടെന്ന്. ഇതിന്റെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, നമുക്ക് ഫേസ്ബുക്ക് ഇൻസൈറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൺലി അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് ഓൺ എ ഫേസ്ബുക്ക് പേജ്. ആ ഒരു ഫേസ്ബുക്ക് പേജിന്റെ അതിൽ വരുന്ന പോസ്റ്റുകളും അതിൽ വരുന്ന വീഡിയോസും, നമ്മൾ എത്ര റീൽസ് ഇടുന്നു, എത്ര പോസ്റ്റുകൾ ചെയ്യുന്നു, എത്ര പടങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു, അങ്ങനെ ഇതിന്റെ ഒരു ടോട്ടൽ സമ്മറി, അതിന് മേൽ നടക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് നടക്കുന്ന ഇന്ററാക്ഷൻസ്, എൻഗേജ്മെന്റ്, ഇതിന്റെ ഒക്കെ മെട്രിക്സ് മാത്രമാണ് നമുക്ക് ഫേസ്ബുക്ക് പേജിന്റെ ഇൻസൈറ്റ്സിൽ നമുക്ക് ലഭിക്കുന്നത്. ഇൻക്ലൂഡിങ് നമ്മളൊരു വെബ്സൈറ്റിന്റെ ലിങ്ക് അതിൽ പോസ്റ്റ് ചെയ്തു, ആ വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ ആ ലിങ്കിൽ എത്ര പേര് ക്ലിക്ക് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഫേസ്ബുക്ക് ഇൻസൈറ്റ്സിൽ നിന്ന് അറിയാൻ പറ്റും. ബട്ട് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്കുള്ള ക്ലിക്സിനപ്പുറം വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് just a second. സോ ഫേസ്ബുക്കിന്റെ പിക്സൽ എന്ന് പറയുന്ന ഒരു കോഡുണ്ട്, കേട്ടിട്ടുണ്ടോ? ഫേസ്ബുക്ക് പിക്സൽ. ഗൂഗിൾ പിക്സൽ കേട്ടിട്ടുണ്ട്. എന്താണ് ഗൂഗിൾ പിക്സൽ? ഗൂഗിൾ പിക്സൽ അല്ലേ? ഫേസ്ബുക്ക് പിക്സൽ കേട്ടിട്ടില്ല? ഫേസ്ബുക്ക് പിക്സൽ കേട്ടിട്ടില്ല. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പിക്സൽ? ഇല്ല. അമൃതയും കേട്ടിട്ടില്ലേ? ഫേസ്ബുക്ക് പിക്സൽ കേട്ടിട്ടില്ല. ഫേസ്ബുക്ക് പിക്സൽ കേട്ടിട്ടില്ല? ഇല്ല. ഓക്കെ, ഫേസ്ബുക്ക് പിക്സൽ എന്ന് പറയുന്നത്, പിക്സൽ ഈസ് എ അനാലിറ്റിക്കൽ കോഡ്. അത് നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. സെയിം വേ നമ്മൾ ഫേസ്ബുക്ക് പിക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ അനാലിറ്റിക്സിലൂടെ നമ്മൾ എങ്ങനെ നമ്മളുടെ വെബ്സൈറ്റിന്റെ ട്രാഫിക് മനസ്സിലാക്കുന്നു, സെയിം വേ ഫേസ്ബുക്ക് പിക്സൽ നമ്മുടെ വെബ്സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫേസ്ബുക്ക് ക്യാമ്പയിനുള്ള പെയ്ഡ് ക്യാമ്പയിൻസിലൂടെ നമുക്ക് എങ്ങനെ എത്രമാത്രം ട്രാഫിക് വരുന്നുണ്ട്, മാത്രമല്ല നമ്മളുടെ സൈറ്റിലെത്തുന്ന ഓരോരുത്തരും എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിലാണ് അതിനകത്ത് കൺവേർഷൻസ് ഉണ്ടാവുന്നത്, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇതാണ് ഫേസ്ബുക്കിന്റെ പിക്സൽ. ബട്ട് സ്റ്റിൽ വി ഹാവൻ കംപ്ലീറ്റഡ് ഗൂഗിൾ അനാലിറ്റിക്സ്. ഗൂഗിൾ അനാലിറ്റിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ.
How many of you are you confident, Amrita? WordPress വെബ്സൈറ്റിൽ പിക്സൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ ഇനി? പറ്റുമോ? ഇല്ല. ഇല്ലേ? അല്ല, നോക്കണം. നോക്കണം. ഇതൊക്കെ ഇപ്പോഴാണോ നോക്കുന്നത്? ഓക്കെ. ഇത് നമ്മുടെ ഒരു പഴയ ഗൂഗിൾ അനാലിറ്റിക്സ് ആണ്. അതുകൊണ്ടാണ് ഞാൻ സാധാരണ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു പ്രൊഫൈല് മാറ്റി ഇന്ന് വേറൊരു പ്രൊഫൈല് നിങ്ങളെ കാണിക്കാന്ന് വെച്ചു. ഇവിടെ നിങ്ങളൊരു ഡേയ്സ്, അവേഴ്സ്, മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ്സ് എന്ന് കാണുന്നുണ്ടല്ലോ അല്ലെ? സോ ഇറ്റ്സ് കോൾഡ് ഗൂഗിൾ അനാലിറ്റിക്സ് ആൻഡ് നൗ ഇറ്റ്സ് ഓൾസോ ഷോർട്ട്ലി കോൾഡ് ആസ് GA. GA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ അനാലിറ്റിക്സിന് നമ്മൾ ഷോർട്ട്ലി ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഒക്കെ പെട്ടെന്ന് പറയും GA. അതിന്റെ GA എത്രയാണ്, GA ട്രാഫിക് എത്രയാണ്, ഗൂഗിൾ അനാലിറ്റിക്സ് ട്രാഫിക് എത്രയാണ് എന്നൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇത് വെറും GA ആണ്. GA എന്ന് പറഞ്ഞാൽ ഗൂഗിൾ അനാലിറ്റിക്സ് ആണ്. ബട്ട് നൗ വി ആർ യൂസിങ് ദ 4th generation ഓഫ് ഗൂഗിൾ അനാലിറ്റിക്സ്. സോറി, അവിടെ തന്നെ വാങ്ങിയിട്ടില്ലായിരുന്നോ? ഇല്ല. എന്താ സോണിയാണോ സംസാരിക്കുന്നത്? നോട്ട് ക്ലിയർ. ഒരു 90 കുറയുന്നല്ലോ. സോണി ഇവിടെയാണോ സംസാരിക്കുന്നത്? ട്രാവലിംഗിലാണ് മുട്ടിയ. എന്തോ ഓക്കെ. സോ ഇത് നമ്മള് പഴയ GA അക്കൗണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, സോ വാട്ട് യു ഹാവ് ടു ഡു, നിങ്ങൾ എടുക്കുമ്പോൾ തന്നെ കാണും നമ്മൾ ഒരു സെറ്റപ്പ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടൊരു സർവീസ് അല്ലെങ്കിൽ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാം. അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ അല്ലേ? സോ നിങ്ങൾക്ക് ഇവിടെ ഈസി ആയിട്ട് ഇഫ് യു ഗോ ടു സെറ്റപ്പ് അസിസ്റ്റന്റ് നമുക്ക് കുറെ ഓപ്ഷൻസ് കിട്ടും. നമ്മുടെ എക്സിസ്റ്റിംഗ് ഗൂഗിൾ അനാലിറ്റിക്സ് അല്ലെങ്കിൽ GA അക്കൗണ്ട് അത് നമുക്ക് നേരിട്ട് അതുപോലെ തന്നെ ആക്കിയെടുക്കാം. അല്ലെങ്കിൽ ഇതിന് പകരമായിട്ടൊരു പുതിയ അനാലിറ്റിക്സിന്റെ പ്രോപ്പർട്ടി നമുക്ക് സെറ്റ് ചെയ്യാം. സോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓൾറെഡി. എന്തൊക്കെയാണ്? അക്കൗണ്ട്, പ്രോപ്പർട്ടി, വ്യൂ, ഡേറ്റ, സ്ട്രീം. ഇങ്ങനെ 4 രീതിയിലാണ് നമ്മൾ അനാലിറ്റിക്സിന്റെ അകത്ത് വരുന്ന ഫണൽ. ഒന്നാമത്തേത് അക്കൗണ്ട്. ഒരു അക്കൗണ്ടിൽ തന്നെ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടീസ് ആവാം. പ്രോപ്പർട്ടീസിനകത്ത് തന്നെ മൾട്ടിപ്പിൾ വ്യൂസ് ആവാം. മൾട്ടിപ്പിൾ ഡേറ്റ സ്ട്രീംസും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഡേറ്റ സ്ട്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഏതൊക്കെയാണ് അതിനകത്ത് ഡേറ്റ പുള്ളി ചെയ്യുന്ന, എവിടെ നിന്നാണ് വരേണ്ടത്? മൊബൈൽ ആപ്പിൽ നിന്നാണോ, iOS ആപ്പിൽ നിന്നാണോ, ഗൂഗിൾ ആൻഡ്രോയിഡ് ആപ്പിൽ നിന്നാണോ, അതോ വെബ്സൈറ്റിൽ നിന്നാണോ ഡേറ്റ വേണ്ടത്? അതിനനുസരിച്ചിട്ട് നമുക്ക് ഡേറ്റ സ്ട്രീം സെറ്റ് ചെയ്യാം. നമുക്ക് 3ലേക്കും വേണമെങ്കിൽ 3 സെപ്പറേറ്റ് ആയിട്ടുള്ള ഡേറ്റ സ്ട്രീം തന്നെ സെറ്റ് ചെയ്യണം. നമ്മളുടെ ഡേറ്റ സ്ട്രീമിന് മുമ്പ് നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അക്കൗണ്ടിന് ഒരു യുണീക്ക് ID ഉണ്ടാവും, യൂണിവേഴ്സൽ ID.
അതുപോലെ തന്നെ ഓരോ പ്രോപ്പർട്ടിക്കും ഓരോ ID ഉണ്ടാവും. നമുക്ക് ആദ്യമേ വരുന്നത് ഗൂഗിൾ അനാലിറ്റിക്സിന്റെ വരുന്നത് ഒരു പബ്ലിഷർ ID അല്ലെങ്കിൽ അക്കൗണ്ട് ID വരും. അതിന് താഴെ പ്രോപ്പർട്ടിക്ക് ഒരു യുണീക്ക് ID ഉണ്ടാവും. ഓരോ വ്യൂസിന് ഒരു ID ഉണ്ടാവും. അതിനകത്ത് താഴെ നമ്മൾ പല ഇവന്റ്സുകൾ കാണും. ഇതാണ് വരുന്നത്. സോ നമുക്ക് ഇവിടെ വരുന്നത് 3 ഓപ്ഷൻസ് ആണ്. ഒന്നാമത്തേത് നമ്മൾ പുതിയൊരു ഗൂഗിൾ അനാലിറ്റിക്സിന്റെ ഫോർ പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അതായത് യൂണിവേഴ്സൽ അനാലിറ്റിക്സ് പ്രോപ്പർട്ടി UA 1022528378 എന്ന് പറയുന്ന ഈ അനാലിറ്റിക്സിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പുതിയ ഒരു ഗൂഗിൾ അനാലിറ്റിക്സ് ഫോർ പ്രോപ്പർട്ടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വേറൊരു ഗൂഗിൾ അനാലിറ്റിക്സ് ഫോർ പ്രോപ്പർട്ടി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണെങ്കിൽ ആ എക്സിസ്റ്റിംഗ് ആയിട്ട് അനാലിറ്റിക്സ് പ്രോപ്പർട്ടി ആയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. പല ന്യൂസ് ചാനലുകളുടെ നമ്മൾ GA4 ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. പാലാ വാർത്ത GA4, കോട്ടയം വാർത്ത GA4, ഇതെല്ലാം നമ്മൾ GA4ലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ്. തേർഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ അനാലിറ്റിക്സ് ഫോർ പ്രോപ്പർട്ടി സെറ്റപ്പ് നമ്മൾ ഇപ്പോഴുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന GA ഐഡിയും അല്ലെങ്കിൽ GA പ്രോപ്പർട്ടിയുമായിട്ട് അതേ കോൺഫിഗറേഷനിൽ തന്നെ നമുക്ക് പുതിയ പ്രോപ്പർട്ടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതിൽ ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. നമുക്ക് വിച്ച് ഓപ്ഷൻ യു വോണ്ട് ടു ഗോ. സോ ഇത് നമ്മൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട് സെലക്ട് ചെയ്താൽ മാത്രമേ ഇത് ഓപ്ഷൻ ഉള്ളൂ. ഇത് നമുക്ക് വേറൊരു സൈറ്റിൻ്റെതായതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളതിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ വി ക്യാൻ ഗോ വിത്ത് ക്രിയേറ്റ് എ ന്യൂ അനാലിറ്റിക്സ് പ്രോപ്പർട്ടി. പിന്നെ സെയിം വേ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ പ്രോപ്പർട്ടി ക്രിയേറ്റ് ആൻഡ് കോൺഫിഗർ എ ന്യൂ പ്രോപ്പർട്ടി. ഈ 2 ഓപ്ഷൻസ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. സോ ലെറ്റ്സ് ക്രിയേറ്റ് എ ന്യൂ GA4 പ്രോപ്പർട്ടി. സോ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്? സോണി, യു ആർ ലിറ്റിൽ ബിറ്റ് ലേറ്റ്. കാര്യങ്ങള് നമ്മളിപ്പോ ജസ്റ്റ് ഒരു ഓവർവ്യൂ തരുവാണ്. നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഗൂഗിൾ അനാലിറ്റിക്സ് എങ്ങനെയാണ് ഒരു ഡിജിറ്റൽ മാർക്കറ്ററെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളാണ് ഗൂഗിൾ അനാലിറ്റിക്സ് എന്ന് പറയുന്നത്, GA എന്ന് പറയുന്നത്. ഗൂഗിൾ അനാലിറ്റിക്സ് നമുക്ക് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, വെദർ ഇറ്റ് ഈസ് എ സെയിൽസ് കോൾ, വെദർ ഇറ്റ്സ് എ സെയിൽസ് കൺവേർഷൻ, ഫോം സബ്മിഷൻ, പേജ് വ്യൂസ്, ലിങ്ക് ക്ലിക്സ്, ഏതൊരു മെട്രിക്സ് ആണെങ്കിലും നമ്മളുടെ വെബ്സൈറ്റിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, നമ്മളെ വെബ്സൈറ്റിലേക്ക് എങ്ങനെയാണ് ആൾക്കാർ എത്തുന്നത്, ഏതൊക്കെ മീഡിയം ത്രൂ ആണ് എത്തുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ വഴികളിലൂടെയാണ് അവരെത്തുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അനലൈസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, നമ്മളുടെ ഫോൾസ് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അതിന് ഓവർകം ചെയ്യാനുള്ള പുതിയ സ്ട്രാറ്റജീസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനും ഗൂഗിൾ അനാലിറ്റിക്സ് ഉണ്ടെങ്കിലേ, അല്ലെങ്കിൽ ഗൂഗിൾ അനാലിറ്റിക്സിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. സോ ഗൂഗിൾ അനാലിറ്റിക്സ് എന്താണെന്നും ബാക്കി കാര്യങ്ങളൊക്കെ സോണിക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇല്ലേ? അറിയാം. ഓക്കെ. സോ ഫോർ അതേഴ്സ്, സോണി ഹീസ് മൈ ഫ്രണ്ട്. ഞങ്ങളിപ്പോൾ പരിചയപ്പെട്ടിട്ട് ഓൾമോസ്റ്റ് 7 to 8 years ആയി. ഹീസ് എ യൂട്യൂബർ. ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇടുന്ന ആളാണ്. യൂട്യൂബ് ചാനലുണ്ട് സ്വന്തമായിട്ട്. അങ്ങനെ ചെറിയ ചെറിയ ടൈം പാസിനൊക്കെ വീഡിയോസ് ഒക്കെ ഇട്ട് അങ്ങനെ ഒരു ചെറിയ യൂട്യൂബറും ഡിജിറ്റൽ മാർക്കറ്റിംഗ് താല്പര്യമുള്ള ഒരു വ്യക്തിയും കൂടെയാണ് സോണി. കണ്ണൂരാണ് സ്വദേശം, അല്ലെ? കണ്ണൂരല്ലേ? അതെ അതെ. ഓക്കെ. സോ ഇതാണ് നമ്മുടെ അനാലിറ്റിക്സ്. സോ GA4ലേക്ക് നമ്മൾ പഴയ ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ GA പ്രോപ്പർട്ടിയെ GA4ലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈറ്റിൽ പോയാൽ അവരുടെ ഗൂഗിൾ അനാലിറ്റിക്സ് ആദ്യം എടുത്തു നോക്കുമ്പോൾ അത് പഴയ ഐഡിയ ആണ് കിടക്കുന്നതെങ്കിൽ, ഗോ ടു ഇറ്റ്, ദെൻ ചേഞ്ച് ഇറ്റ് ടു പുതിയ GA4 അനാലിറ്റിക്സ് നമുക്ക് സെറ്റ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ
എന്തൊക്കെയാണ് ഇവിടെ കിട്ടുന്നതെന്ന് അവർ ഓൾറെഡി പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് പുതിയൊരു GA4 പ്രോപ്പർട്ടി കിട്ടും. നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളിപ്പം എങ്ങനെയാണോ GA സെറ്റ് ചെയ്തിരിക്കുന്നത് അതേ GAയിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള ഒരു സെറ്റിംഗ്സിൽ അല്ലെങ്കിൽ അതിന്റെ കോൺഫിഗറേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് പുതിയ അനാലിറ്റിക്സ് സെറ്റ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ ഒരു ടിക്ക് മാർക്ക് ചെയ്യുവാണെങ്കിൽ there is an option to tick here, as you can see. എനിക്ക് നിങ്ങളുടെ സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ഡേറ്റ കളക്ഷൻ യൂസിങ് എക്സിസ്റ്റിംഗ് analytics.js gtag.js tags. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു, നമ്മളൊരു കോഡ് എടുത്തിട്ട് ട്രാക്കിംഗ് കോഡ് നമ്മൾ എടുക്കുന്നുണ്ട്. ഒരു ഡേറ്റ സ്ട്രീം സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ട്രാക്കിംഗ് ഒരു കോഡ് നമ്മൾ എടുത്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അല്ലേ? ആ കോഡിനകത്ത് ഇൻസൈഡ് വരുന്ന analytics.js gtag എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ അതുപോലെ തന്നെ അവിടെ കിടന്നോട്ടെ. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡേറ്റ പുൾ ചെയ്യാമെന്നുള്ള കൺഫർമേഷൻ ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. സോ വി ആർ ഓൾ സെറ്റ് ടു ഗോ. ഇവിടെ ക്രിയേറ്റ് പ്രോപ്പർട്ടി എന്ന് അടിച്ചു കഴിയുമ്പോൾ പ്രോപ്പർട്ടി ക്രിയേറ്റ് ആവും. സോ ഷാൽ വി ക്രിയേറ്റ് ഇറ്റ്? എനി ഡൗട്ട്? ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? അമൃതേ എന്നാ പറഞ്ഞു പോട്ടെ. ഓക്കെ ഓക്കെ, അമൃത ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും നോക്കാനില്ല. ഓക്കെ, നമ്മളൊരു പുതിയ പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്തു, പ്രോപ്പർട്ടി ID ക്രിയേറ്റ് ചെയ്തു, ട്രാക്കിംഗ് ഇൻഫോ. നമ്മളിവിടെ ഒരു ട്രാക്കിംഗ് കോഡുണ്ട്. ഈ കോഡ് നിങ്ങൾ ആദ്യമേ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ പഴയ gtag.js എന്ന് പറയുന്നത് നിങ്ങളിവിടെ കാണുന്നുണ്ടല്ലോ അല്ലെ? gtag.js എന്ന് ഇത് സെയിം ആണ്. അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന gtag എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമത്തേതും സെയിം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ UA1022528378 എന്ന് പറഞ്ഞ അതേ ടാഗ് തന്നെ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ചെറുതായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. നമുക്കിനി Sheffield.in എവിടെയും കാണുന്നുണ്ടോ? ഷെഫീൽഡ് ഓക്കെ, സോറി. നമ്മളിവിടെ പുതിയ GA4 ID നമുക്കിവിടെ വന്നിട്ടുണ്ട്. സോ ഇവിടെ നമുക്കിനി നോക്കാം എന്തൊക്കെയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ന്യൂ യൂസേഴ്സിന്റെ ഇത് വന്നിട്ടില്ല. സോറി, we have to finish something. ഓക്കെ, ഡേറ്റ കളക്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല.
നമ്മൾ ഡേറ്റ നമ്മൾ കൊടുത്തിരുന്നായിരുന്നു. സോ വി ഹാവ് ടു ഇമ്പോർട്ട് let's refresh and see. സോ ടാഗ് സെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. സോ ലെറ്റ്സ് സോണി, നമ്മൾ കഴിഞ്ഞ ദിവസം ഇവരോട് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് റിയലി സോറി അമൃത് ആൻഡ് അമൃത. ജസ്റ്റ് സോണിക്ക് മാത്രമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മൾ നോർമലി ഇതൊരു വേർഡ് പ്രസിന്റെ വെബ്സൈറ്റ് ആണ്. വേർഡ് പ്രസിന്റെ വെബ്സൈറ്റിലേക്ക് അനാലിറ്റിക്സ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം എന്ന് പറയുന്നത് പ്ലഗിൻസ് ആണ്. സോ നമ്മളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള പ്ലഗിൻസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഗൂഗിളിന്റെ അനാലിറ്റിക്സ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് സൈറ്റ് കിറ്റ് ബൈ ഗൂഗിൾ എന്ന് പറയുന്ന പ്ലഗിനാണ്. ഈ പ്ലഗിൻ യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് ഗൂഗിൾ അനാലിറ്റിക്സ് നമ്മളുടെ വെബ്സൈറ്റിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ നമ്മളിവിടെ നിങ്ങൾ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ സൈറ്റ് കിറ്റിന്റെ ഒരു ഡാഷ്ബോർഡ് ഉണ്ട്. ആ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ തന്നെ അവൈലബിൾ ആണ്. സോ വാട്ട് വി നീഡ് ടു ഡു, വി ഹാവ് ടു സൈൻ ഇൻ വിത്ത് ഗൂഗിൾ. നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഏതിലാണോ ഗൂഗിൾ അനാലിറ്റിക്സ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുമായിട്ട് സൈൻ ഇൻ ചെയ്യുക. നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ്, വെരിഫൈ ഓണർഷിപ്പ് ഇൻ ഗൂഗിൾ സെർച്ച് കൺസോൾ. സെർച്ച് കൺസോളിൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ആക്സസ് ഉണ്ട്. നമ്മളുടെ ഇമെയിലിന് ആക്സസ് ഉണ്ട് എങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വെരിഫൈഡ് ആയി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ടേൺ ഓൺ മെട്രിക്സ് ഇൻ യുവർ ഡാഷ്ബോർഡ്. ഡാഷ്ബോർഡിലേക്ക് നമുക്ക് മെട്രിക്സ് ഡിസ്പ്ലേ ആവണം. അതായത് പല എഡിറ്റേഴ്സ് കാണും, പല ആൾക്കാർ കാണും അപ്ലോഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ. അവർക്കെല്ലാം കൂടെ മെട്രിക്സ് ഇനേബിൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ അലോ കൊടുക്കുക, വേണ്ടെങ്കിൽ വേണ്ടെന്ന് വെക്കുക. സോ സെർച്ച് കൺസോൾ ആണ് നമ്മൾ ഓൾറെഡി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സോ the last one is Google Analytics. So അനാലിറ്റിക്സിന്റെ നമ്മളിപ്പോൾ അവിടെ ചേഞ്ച് ചെയ്തിരുന്നു. സെയിം വേ വി ഹാവ് ടു ചേഞ്ച്. ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട്
GA4 എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ അവിടെ കൊടുത്തിരുന്ന അനുസരിച്ച് ഇവിടെ ചേഞ്ച് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മൾ GA4 ഇപ്പൊ ക്രിയേറ്റ് ചെയ്തതേ ഉള്ളൂ, പക്ഷെ ഇവിടെ ഓട്ടോമേറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ മെഷർമെന്റ് ID you can see here, right? G bar 9 LG peak CSQX G bar 9 LG PSQ stream ID 782567646 property ID ഇതെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. So we just complete Google Analytics. സോ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിലേക്കുള്ള രണ്ട് ബെനിഫിറ്റ് ഉണ്ട്. ദ ഫസ്റ്റ് ബെനിഫിറ്റ്, നമുക്ക് നമ്മളുടെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് എത്ര ട്രാഫിക് വരുന്നുണ്ട് എന്നെല്ലാം ഒറ്റ ഡാഷ്ബോർഡിൽ നമുക്ക് അറിയാൻ പറ്റും. എത്രമാത്രം ട്രാഫിക് വരുന്നുണ്ട്, എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, അതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിൽ തന്നെ. നമ്മളിത് അനാലിറ്റിക്സിന്റെ ഡാഷ്ബോർഡ് അല്ല, ഇത് വെബ്സൈറ്റിന്റെ തന്നെ ഡാഷ്ബോർഡാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, വെബ്സൈറ്റിന്റെ തന്നെ ഡാഷ്ബോർഡാണിത്. ഈ ഡാഷ്ബോർഡിലേക്കാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ഡാഷ്ബോർഡ് വേണ്ടത്, എന്തൊക്കെയാണോ മെട്രിക്സ് അറിയേണ്ടത്, എത്ര പേര് വിസിറ്റ് ചെയ്യുന്നു, ഇതെല്ലാം അറിയാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ട്രാഫിക് കഴിഞ്ഞാൽ നമുക്ക് കോണ്ടന്റ് അറിയാൻ പറ്റും, ഏതൊക്കെയാണ് വന്നിരിക്കുന്നത്, ഏതൊക്കെ പേജുകളിൽ നിന്നാണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ട്രാഫിക് വന്നിരിക്കുന്നത്. ഇതൊരു പുതിയതായിട്ട് റീസെന്റ് ചെയ്ത വെബ്സൈറ്റ് ആണ്. അപ്പോൾ അതിനകത്തേക്ക് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങുന്നുള്ളൂ. ഇവിടെ തന്നെ നമുക്ക് ആഡ്സെൻസിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി സ്പീഡ്, നമ്മളുടെ വെബ്സൈറ്റിന്റെ സ്പീഡ് എത്രയാണ്? വെബ്സൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ ഹൗ ഫാസ്റ്റ്, ഹൗ ക്വിക്ക് അവർ വെബ്സൈറ്റ് ഈസ് ലോഡിങ്. നമ്മളുടെ വെബ്സൈറ്റ് എത്ര പെട്ടെന്ന്, എത്ര ഫാസ്റ്റ് ആയിട്ട് ലോഡ് ചെയ്യുന്നു എന്നതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും. വി മൈറ്റ് ബി മിസ്സിംഗ് ദിസ് റൈറ്റ് നൗ, കാരണം ഇപ്പൊ നമ്മൾ GA4 ഇൻസ്റ്റാൾ ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ ഓക്കെ സ്റ്റിൽ വി ഗോട്ട്. സോ നോർമലി ദ ലാർജസ്റ്റ് LCP എന്ന് പറയും, ലാർജസ്റ്റ് കോണ്ടന്റ്ഫുൾ പെയിന്റ്, അത് 5.2 സെക്കൻഡ് ആണ്. ഐഡിയലി 3 സെക്കൻഡിനുള്ളിൽ ലോഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ക്യുമുലേറ്റീവ് ലേഔട്ട് CLS അത് നമുക്ക് നല്ല രീതിയിലുണ്ട്. ടോട്ടൽ ബ്ലോക്കിംഗ് ടൈം, നമുക്ക് എന്തെങ്കിലും ക്ലിക്കബിൾ ആവാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇമേജുകൾ നമ്മൾ സൈറ്റ് നോക്കുമ്പം ഫുള്ളി ലോഡഡ് ആയിട്ട് തോന്നും, പക്ഷെ അത് റെസ്പോൺസീവ് ആയിരിക്കില്ല. ഇൻ ദ സെൻസ് സൈറ്റ് നമുക്ക് ഇമേജ് കാണാം, പക്ഷെ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. ലിങ്കുകൾ കാണാം, പക്ഷെ നമുക്ക് അതിലൊന്നും ക്ലിക്ക് ചെയ്യാൻ പറ്റില്ലാതെ സ്റ്റക്കായി നിൽക്കുന്നത് പോലുള്ള ഒരു ടൈം, അതായത് 580 മില്ലി സെക്കൻഡ്സ്, അറൌണ്ട് 58 സെക്കൻഡ്സ്, 58 ആണ്, 5.8 സെക്കൻഡ്സ്. അങ്ങനെ അതിനും ഒരു ഇത് വരുന്നുണ്ട്. സോ ഹിയർ യു ഹാവ് ഹൗ ടു ഇംപ്രൂവ് യുവർ സൈറ്റ്. നമ്മൾ എപ്പോഴും പറഞ്ഞു, ഗൂഗിൾ അനാലിറ്റിക്സ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് വെറും ഒരു ടൂൾ മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന വെബ്സൈറ്റിനെ എങ്ങനെ ബെറ്റർ ആക്കാം, എങ്ങനെ ബെറ്റർ ഒപ്റ്റിമൈസ്ഡ് സൈറ്റ് ആക്കി മാറ്റാൻ പറ്റും എന്ന് ഉള്ളതിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചറാണ് നിങ്ങൾക്ക് ഗൂഗിൾ അനാലിറ്റിക്സ് തരുന്നത്. സോ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ അനലൈസ് ചെയ്യുന്നത് എപ്പോഴും ട്രാഫിക് മാത്രമാണ്. ട്രാഫിക് അനലൈസ് ചെയ്തിട്ട് നമ്മൾ പോകും, ഓക്കെ ഇന്നലെ എത്ര പേര് വന്നു, ഇന്നലെ 1000 പേര് വന്നു, ഇന്ന് എത്ര പേര് വന്നു, 1001 പേര് വന്നു, നാളെ എത്ര പേര് വരും, 500 പേര് വരും. കാരണം എന്താണ്? ഇന്നത്തെ വെബ്സൈറ്റിന്റെ സ്പീഡ് ഭയങ്കര കുറവായിരുന്നു. ഇത് നമ്മൾ അനലൈസ് ചെയ്തില്ലെങ്കിൽ
നമുക്ക് അറിയത്തില്ല എന്തുകൊണ്ടാണ് ആൾക്കാർ നമ്മളെ ഇട്ടിട്ട് പോകുന്നത്. സോ വി ഓൾവേസ് ഷുഡ് ഫോക്കസ് ഓൺ Google Analytics GA. Only then we will become better analyst. Even Google Analyst അല്ലെങ്കിൽ ഡേറ്റ അനലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ വരുന്നുണ്ട്. ഡേറ്റ അനലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലെ ഡേറ്റ പ്രോപ്പറായിട്ട് ഇന്റർപ്രേറ്റ് ചെയ്യുക, ഇംപ്രഷൻസ് എന്താണ്, വ്യൂസ് എന്താണ്, എവിടെയാണ്, എന്തൊക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്ന മെട്രിക്സ്, where we are wrong, where we are good, where we are bad, ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് കംപ്ലീറ്റ് പിക്ചർ നമ്മൾ കൊടുക്കുന്ന ഒരു സാധനം ഇവിടെയാണ്. സോ ഇത്രയുമാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് വി ക്യാൻ സൈറ്റ് കിറ്റ് യൂസ് ചെയ്ത് നമ്മുടെ അനാലിറ്റിക്സ് ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റിലേക്ക് ഇൻസ്റ്റോൾ ചെയ്യാൻ പറ്റും, വളരെ വളരെ ഈസി ആയിട്ട്. സോ ദാറ്റ് ഈസ് നമ്മളിപ്പോൾ കണ്ടത് അതിൻ്റെ കാര്യങ്ങളാണ്. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ആ കൂടെ മെഷർ ചെയ്യുന്നത്? പേജ് വ്യൂസ് മാത്രമേ മെഷർ ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ മെഷർ ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ ഇവിടെ ഇനേബിൾ ചെയ്ത് കൊടുക്കണം. സോ നമ്മുടെ വീഡിയോ എൻഗേജ്മെന്റ് ഉണ്ട്, ഫോം ഇന്ററാക്ഷൻസ് ഉണ്ട്, സൈറ്റിനകത്ത് നമ്മൾ സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ഔട്ട് ബൗണ്ട് ക്ലിക്സ്, നമ്മൾ ആ വെബ്സൈറ്റിൽ മറ്റ് സൈറ്റുകളിലേക്കുള്ള ക്ലിക്സ്. ഔട്ട് ബൗണ്ട് ക്ലിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സൈറ്റിൽ നിന്നും മറ്റൊരു സൈറ്റിലേക്കുള്ള ക്ലിക്സിനാണ് നമ്മൾ ഔട്ട് ബൗണ്ട് ക്ലിക്സ് എന്ന് പറഞ്ഞാൽ, പുറത്തേക്കുള്ള ക്ലിക്കുകൾ എന്നാണ് പറയുന്നത്. സ്ക്രോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതറിയാം. ഇത്രയും മെട്രിക്സ് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞു ഇതെല്ലാം ഓരോ ഇവന്റുകളാണ്. പേജ് വ്യൂസ് ഈസ് ആൻ ഇവന്റ്, സ്ക്രോൾസ് ഈസ് ആൻ ഇവന്റ്, ഔട്ട് ബൗണ്ട് ക്ലിക്സ് ഈസ് ആൻ ഇവന്റ്, സൈറ്റ് സെർച്ച് അത് ഇവന്റ് ആണ്, ഫോമില് ഇന്ററാക്ഷൻസ് നമ്മൾ പല ഫോമുകൾ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഇന്ന കോഴ്സിൽ ജോയിൻ ചെയ്യണോ, അവിടെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്, ഫോം കൊടുത്തിട്ട് അവിടെ ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആ ഇന്ററാക്ഷൻസ് എല്ലാം നമുക്ക് ഇവിടെ മാപ്പ് ചെയ്യാൻ പറ്റും. വീഡിയോ എൻഗേജ്മെന്റ്, എത്ര നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വീഡിയോ എത്ര എൻഗേജ്മെന്റ് വന്നിട്ടുണ്ട്, എത്ര കാര്യങ്ങൾ വന്നിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഫയൽസ്, ഏതൊക്കെ ഫയൽസ് ആണോ ആ ഫയലുകളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് എത്ര ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ഒക്കെ കംപ്ലീറ്റ് ഡേറ്റ നമുക്ക് നമ്മളുടെ ഗൂഗിൾ അനാലിറ്റിക്സിലൂടെ അല്ലെങ്കിൽ GAയിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. സോ ഇതാണ് ഇവന്റ്സുകൾ. നമുക്ക് ഇവന്റുകളെ നമ്മൾ ഇപ്പോൾ പറഞ്ഞു. ഓൾറെഡി നമ്മൾ ഏതൊരു മെട്രിക്സും അല്ലെങ്കിൽ നമ്മളിപ്പോൾ കണ്ട വെബ്സൈറ്റിലെ ഏതൊരു കാര്യവും ഓരോ ഇവന്റുകളാണ്. ഒരു പേജ് വ്യൂസ് ആവാം, സ്ക്രോളിംഗ് ആവാം, ഫോം സബ്മിഷൻസ് ആവാം, ഫോമിന്റെ മറ്റൊരു ഇന്ററാക്ഷൻ ആവാം, സ്ക്രോളിംഗ് ആവാം, അങ്ങനെ പലതരത്തിലുള്ള ഇന്ററാക്ഷൻസ് അതെല്ലാം ഓരോരോ ഇവന്റുകളാണ്. നമുക്കിനി ഇവന്റിനെ പലതരത്തിൽ മോഡിഫൈ ചെയ്യാം. സോ ഈ ഒരു അഡ്വാൻസ്ഡ് ലെവലിലേക്ക് നമുക്ക് ഇപ്പൊ പോകണോ അതോ ലാസ്റ്റ് പോയാൽ മതി? സോ ഐ തിങ്ക് വി ക്യാൻ ഗോ ഇൻ എ ലേറ്റർ സ്റ്റേജ്. ലാസ്റ്റ് മതി. ലാസ്റ്റ് പോരെ? കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ലാസ്റ്റ് പഠിച്ചാൽ പോരെ? ഓക്കെ, നമുക്ക് സോ വി നീഡ് ടു സ്റ്റാർട്ട് വിത്ത് SEO scope. We have some projects as well coming soon, so we will be soon starting the SEO classes from right away. നമ്മളിപ്പോൾ ഇത് ഏറെക്കുറെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. നമ്മൾ നിയർലി വേറൊന്നും പഠിക്കാനില്ല. ഇൻ ദ സെൻസ് ഗൂഗിൾ അനാലിറ്റിക്സ് നിയർലി 90% അല്ലെങ്കിൽ 80% പ്ലസ് വെബ്സൈറ്റുകളും റൺ ചെയ്യുന്നത് വേർഡ്പ്രസ്സിലാണ്.
സോ നിങ്ങൾ ഗൂഗിൾ അനാലിറ്റിക്സിന്റെ എവിടെയാണെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിൽ ആദ്യമേ നിങ്ങൾ പഠിക്കേണ്ടത് വേർഡ്പ്രസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനാണ്, അല്ലെങ്കിൽ അത് വേർഡ്പ്രസ് വെബ്സൈറ്റിൽ എങ്ങനെ എനിക്ക് ഗൂഗിൾ അനാലിറ്റിക്സ് ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളതാണ്. സോ ഇത് രണ്ടും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഗൂഗിൾ അനാലിറ്റിക്സ് എന്താണെന്നും വേർഡ്പ്രസ് വെബ്സൈറ്റിൽ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. സോ പ്രാക്ടിക്കലി നിങ്ങൾ അത് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഓരോ വെബ്സൈറ്റുകൾ വരുമ്പോഴും അതിന്റെ അനാലിറ്റിക്സ് നോക്കി മെട്രിക്സ് നോക്കി നമ്മൾ അതിലേക്ക് കറക്റ്റായിട്ട് നിങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് നെക്സ്റ്റ് പ്രാക്ടിക്കൽ ആസ്പെക്ട്സിലും നിങ്ങൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് ചെയ്യാൻ തരും. നമ്മൾ സാമ്പിൾ വെബ്സൈറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്ത് ഡൊമൈൻസ് ക്രിയേറ്റ് ചെയ്ത് സോ രാഖി യു ക്യാൻ ഡു വൺ തിങ്. നമ്മളുടെ Cloud7 Digital Solutions എന്ന് പറയുന്ന വെബ്സൈറ്റിൽ യു ക്രിയേറ്റ് എ സബ് ഡൊമൈൻ ആൻഡ് എ വെബ്സൈറ്റ് ഓവർ ദെയർ ആൻഡ് ക്രിയേറ്റ് വൺ ഫോർ അമൃത, ക്രിയേറ്റ് വൺ ഫോർ അമൃത് ആൻഡ് ഗിവ് ദം ആക്സസ്. എന്നിട്ട് അവരോട് അത് രണ്ടും പഠിക്കാൻ പറയുക. സോ ബേസിക്കലി ഇറ്റ് വിൽ ബി ലൈക്ക് amrit.cloud7digitalsolutions.com, amrita.cloud7digitalsolutions.com. റിമെമ്പർ, അതൊരു സബ് ഡൊമൈനിലാണ് ഹോസ്റ്റ് ചെയ്യുന്നെങ്കിലും ദാറ്റ് ഈസ് എ ഫുള്ളി ഫ്ലഡ്ജ്ഡ് വെബ്സൈറ്റ്. അതിലായിരിക്കും നിങ്ങൾ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് എല്ലാം ചെയ്ത് പഠിക്കുന്നത്. ആൻഡ് if you want, if you have any doubt, you can implement your whatever the things. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ആസ്പെക്ട്സിലും നമ്മൾ ട്രൈ ഔട്ട് ചെയ്യാവുന്ന രീതിയിലാണ് അത് ചെയ്യുന്നത്. സോ ഐ നീഡ് ടു സീ ദാറ്റ് ദോസ് 2 വെബ്സൈറ്റ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കണ്ട, ഡിസൈൻ ആസ്പെക്ട് ഇവരെന്തായാലും പഠിക്കുന്നതാണ്. അപ്പോൾ ഇവർക്കത് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വി വിൽ ക്രിയേറ്റ് വേർഡ്പ്രസിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും അതിന്റെ ആക്സസ് തരും. സോ ദാറ്റ് വിൽ ബി ഫൈൻ, റൈറ്റ്? അമൃത് ഓക്കെ. സോ അതിന്റെ സബ് ഡൊമൈൻസ് ഞങ്ങളുടെ മെയിൻ വെബ്സൈറ്റ്, അതായത് Cloud7 Digital Solutions എന്ന് പറയുന്ന മെയിൻ വെബ്സൈറ്റിന്റെ കീഴിലുള്ള സബ് ഡൊമൈൻസ് ആയിരിക്കും നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. പക്ഷെ റിമെമ്പർ, അത് സബ് ഡൊമൈൻ വാട്ട് ഈസ് എ ഡൊമൈൻ? ഒരു DM എക്സ്പേർട്ട് അല്ലെങ്കിൽ DM എക്സിക്യൂട്ടീവ്സിന് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണമല്ലോ വാട്ട് ഈസ് എ ഡൊമൈൻ. വെബ്സൈറ്റിന്റെ പോർഷൻസ് ഏതൊക്കെയാണ്? എന്തൊക്കെയാണ് ഒരു വെബ്സൈറ്റിന്റെ പോർഷൻസ്? നിങ്ങൾക്ക് അറിയാവുന്നത് പറഞ്ഞാൽ മതി. ഐ എം ഷുവർ നിങ്ങളിത് പുതിയതായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നതോളൂ. Okay, so basically every website has a domain. Domain എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ what is a domain? Domain is a digital address where your visitors can reach you. അല്ലേ? So there is a hosting. Hosting എന്താണ്? അതാണ് പബ്ലിഷ് ചെയ്യുന്നത് അല്ലേ? ഹോസ്റ്റിംഗ് അല്ല, പബ്ലിഷ് ചെയ്യുന്നല്ല. ഇറ്റ്സ് എ സ്റ്റോറേജ്. നമ്മളുടെ വെബ്സൈറ്റിലെ ഫയലുകളെല്ലാം സംഭരിക്കുന്ന സ്ഥലമാണ് ഹോസ്റ്റിംഗ്. സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഫയലുകളെ നമുക്ക് ലഭ്യമാക്കുന്ന, അല്ലെങ്കിൽ അതിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതിനാണ്, അതിനുള്ള ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ആണ് സെർവർ. ഫോർത്ത് തിങ്, CMS, കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. ചിലപ്പോൾ വേർഡ്പ്രസ് ആവാം, ചിലപ്പോൾ ജൂംലി ആവാം, ചിലപ്പോൾ ഫുള്ളി കസ്റ്റമൈസ്ഡ് ആവാം. അഡോബിയുടെ CMS ആവാം. അങ്ങനെ ഏത് CMS വേണമെങ്കിലും. സോറി രാഖി, ഓൾസോ ക്രിയേറ്റ് വൺ ഫോർ സോണി. സോണിക്കും ഒരു സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യം മറക്കല്ലേ. സോ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഒരു CMS ഉണ്ടാവണം, ഹോസ്റ്റിംഗ് ഉണ്ടാവണം, സെർവർ ഉണ്ടാവണം. സെർവർ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവർ പല
ലൊക്കാലിറ്റിയിലുണ്ട്, പല ലൊക്കേഷൻസിലുണ്ട്. അത് എവിടെ ഏത് ഇതിലൂടെയാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് സ്റ്റോറേജ് ആക്സസ് അല്ലെങ്കിൽ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയും. നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ 1 GB ഒരു ഫയൽ ആണെങ്കിൽ അത് 10,000 പേര് കയറി കഴിയുമ്പോൾ അതിന് നമുക്ക് 10,000 കണക്കിന് നമ്മൾ GB ഇങ്ങനെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയും. എത്ര പേര് എത്ര തവണ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നു, ഇതെല്ലാം ഓരോ സെർവറിനും ഒരു കപ്പാസിറ്റി കാണും. എത്ര ആൾക്കാരെ നമുക്ക് അതിന് സപ്പോർട്ട് ചെയ്യാം, എത്രമാത്രം ട്രാഫിക് അല്ലെങ്കിൽ എത്ര വിസിറ്റേഴ്സ് വരുന്നത് വരെ ആ സൈറ്റ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. ചില സൈറ്റുകൾ 1000 പേരെ സപ്പോർട്ട് ചെയ്യുള്ളൂ, ചില സൈറ്റുകൾ 10,000 പേരെ സപ്പോർട്ട് ചെയ്യും. ചിലപ്പോൾ നമുക്ക് 100 രൂപ 200 രൂപ എന്നൊക്കെ പറഞ്ഞു വരുന്ന പോസ്റ്റിങ്ങിന്റെ ഒക്കെ പവർ അനുസരിച്ചിട്ട്, സെർവറിന്റെ പവർ അനുസരിച്ചിട്ട് വരാവുന്ന ആൾക്കാരുടെ എണ്ണം കുറവുണ്ടായിരിക്കും. സോ സബ് ഡൊമൈൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു വെബ് അഡ്രസ് മാത്രമാണ്. നിങ്ങൾ എങ്ങനെ അടിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വെബ്സൈറ്റ് കിട്ടും എന്നുള്ളതിന്റെ ഒരു ഇത് മാത്രമാണ്. ബട്ട് ദാറ്റ് വിൽ ബി ഹോസ്റ്റഡ് ഓൺ ഹോസ്റ്റിംഗർ. നമ്മൾ ഹോസ്റ്റിംഗറിലാണ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനൊരു സെർവറും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. സോ നിങ്ങൾക്ക് വേർഡ്പ്രസ് ഇനീഷ്യലി ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് തരും. നിങ്ങൾക്ക് വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് തരും. പക്ഷെ ലേറ്റർ ഓൺ യു വിൽ ഹാവ് ടു ഡു ബൈ യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങൾ തന്നെ വേർഡ്പ്രസ് ഇൻസ്റ്റാൾ ചെയ്ത് വേണം പഠിക്കാൻ. സോ ദാറ്റ് ഈസ് നിയർലി ഗുഡ് ഇനഫ്. So I want to see your websites by 2-3 days. നിങ്ങൾ 2-3 ദിവസം എടുക്കുക, എന്നിട്ട് അത് നന്നായിട്ട് പഠിക്കുക. By then we will be starting our SEO classes. Okay, SEO ക്ലാസ്സുകൾ പഠിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ഈ വെബ്സൈറ്റ് so we are starting the SEO. I am not elaborately telling right now. Tomorrow Raki will be taking the class on SEO. Especially there are various aspects of SEO. SEO എന്ന് പറഞ്ഞാൽ ഓൺ പേജ് ഉണ്ട്, ഓഫ് പേജ് ഉണ്ട്, ടെക്നിക്കൽ ആസ്പെക്ട്സിലുണ്ട്, അല്ലെങ്കിൽ ടെക്നിക്കൽ SEO ഉണ്ട്. ഈ മൂന്നും ക്ലബ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്കൊരു ഫൈനസ്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് റിസൾട്ട് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പോൾ ഓഫ് പേജ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് കാര്യമില്ല, ഓൺ പേജ് മാത്രം ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ടെക്നിക്കൽ ആസ്പെക്ട്സ് നമുക്ക് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് ബാക്കി രണ്ടും ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ മൊത്തം മൂന്നൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ബെസ്റ്റ് റിസൾട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗ്രേഡിൽ നമ്മൾ ചെയ്യേണ്ടത് ഓഫ് പേജ് ആണ്. ഓഫ് പേജിനെ കുറിച്ച് ആയിരിക്കും എപ്പോഴും ആദ്യമേ പഠിപ്പിക്കുന്നത്. നോട്ട് ബിക്കോസ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് കൊണ്ടല്ല, ഈ എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ ഓഫ് പേജ് SEO നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഔട്ട്സൈഡ് ദ ഡൊമൈൻ ആണ്. നമ്മുടെ വെബ്സൈറ്റിനകത്തല്ലാതെ നമ്മൾ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, ബാക്ക്ലിങ്ക്സ് ജനറേറ്റ് ചെയ്യുക, മറ്റു കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് പഠിപ്പിക്കുമ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റിനെ അത് ഫസ്റ്റ് ഹാൻഡിൽ അഫക്റ്റ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് ഒരു ബേസിക് ഐഡിയ SEO എന്താണ് എന്നുള്ളത് കിട്ടിക്കഴിയുമ്പോഴാണ് നിങ്ങളെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ആക്സസും കാര്യങ്ങളൊക്കെ തന്ന് അതിലൂടെ ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നോർമലി ഓഫ് പേജ് SEO എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. So both Ashwini and Raki will be taking the classes mostly for this SEO, but definitely I will also be there in the sessions. If any of you have any doubt, feel free to ask. We will be going and we will be learning it together. It's a together learning experience. So shall we wind up for today? And Raki, please create the subdomains and share it with them. Sony, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can personally reach me out. ഓക്കെ, എനിക്ക് കഴിഞ്ഞ റെക്കോർഡിങ്സ് ഒന്ന് അയച്ചു തരണം, എനിക്കൊന്നും മനസ്സിലായില്ല. ഓക്കെ. ഇന്ന് നമ്മൾ നോർമലി 8 o'clock 8 to 9 o'clock ആണ് നമ്മളുടെ നോർമൽ ക്ലാസ് അവേഴ്സ്. സോ ഇറ്റ് മേ ടേക്ക് 9 to 9:30, ചിലപ്പോൾ 1.5 hours ഒക്കെ പോകാറുണ്ട്. നമ്മൾ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ PPT പ്രസന്റേഷൻസ് നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്തിരുന്നു. പിന്നെ ഇവർ പറഞ്ഞു ഇവർക്ക് ഇങ്ങനെ ലൈവായിട്ട് കണ്ട് തന്നെ ക്ലാസ്സുകൾ പറയുന്നതാണ് കുറച്ചുകൂടെ പഠിക്കാൻ എളുപ്പമെന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അത് ഓക്കെയാണ്, പക്ഷെ എനിക്ക് ആദ്യം മുതലേ ഇല്ലാത്തതുകൊണ്ട് ഒരു ടച്ച് കിട്ടിയില്ല, അതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല. നമ്മൾ
സോണി ഇനി ഒരു മന്തൂടെ ഇങ്ങനെ കവർ ചെയ്ത് വരും. സോണി ഇപ്പം സ്റ്റാർട്ടിങ്ങിൽ ഗൂഗിൾ അനാലിറ്റിക്സ് മുതൽ ഞാൻ ഒന്നുകൂടെ ക്ലാസ് എടുത്തു തരും, ഗൂഗിൾ അനാലിറ്റിക്സ് മുതൽ. പക്ഷേ അതിനു മുമ്പ് പഠിച്ച ക്ലാസ്സുകൾ നമ്മൾ ഈ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് മന്തിലായിരിക്കും. അതായത് ഇവരുടെ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 1 മന്ത് കൂടെ കഴിഞ്ഞിട്ടേ സോണിയുടെ ക്ലാസ് കഴിയുള്ളൂ. ഓക്കെ. സോ ദ ഫസ്റ്റ് പോർഷൻസ് വിൽ ബി കവറിങ് ഇൻ ദ ലാസ്റ്റ് മന്ത്. കാരണം ഇതെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന സാധനങ്ങളാണ്, ഒന്നും ഡിപ്പെൻഡന്റ് അല്ല. നമ്മൾ ഗൂഗിൾ അനാലിറ്റിക്സ് പഠിക്കണമെങ്കിൽ മറ്റേത് പഠിക്കണം നിർബന്ധമില്ല, SEO പഠിക്കണം, ഇതിനൊരു ഓർഡർ വേണമെന്ന് നിർബന്ധം എന്നുള്ള കാര്യമല്ല. ഓക്കെ ഓക്കെ ഓക്കെ. സോ നമ്മൾ കവർ ചെയ്യുന്ന 25 മൊഡ്യൂൾസും സോണിക്ക് കവർ ചെയ്യാൻ പറ്റും. അത് ആ ഓർഡർ എന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ല. നമ്മൾ SEO പഠിച്ചാലേ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സ് പഠിക്കാൻ പറ്റുള്ളൂന്നോ, ഗൂഗിൾ ആഡ്സ് പഠിച്ചാലേ SEO ചെയ്യാൻ പറ്റുള്ളൂന്നോ, SEM SEO ഇതെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. സോ ഇന്ന് നമ്മൾ അനാലിറ്റിക്സ് ചെയ്തു, നാളെ SEO ചെയ്തു. SEOയും അനാലിറ്റിക്സും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ കുറെ കാര്യങ്ങളുണ്ട്. സോ ഇതൊരു ഗൂഗിൾ അനാലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടൂൾ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു കുറച്ചുകൂടെ ഹൈ എൻഡ് വേർഷൻ ഉണ്ട്. നമ്മൾ SEO ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് സെർച്ച് കൺസോൾ എന്ന് പറയുന്ന ഒരു സാധനമാണ്. അപ്പോൾ ആ ടൂൾ പഠിക്കുന്നത് മുമ്പ് നമുക്ക് SEOയെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി SEO പഠിക്കുന്നതിന് മുമ്പും സെർച്ച് കൺസോൾ പഠിക്കണം. സെർച്ച് കൺസോൾ പറയുമ്പോഴും എനിക്ക് SEOയെ കുറിച്ച് പറയാതെ സെർച്ച് കൺസോൾ എന്താണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. ഇനി ഓർഗാനിക് ട്രാഫിക് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ എല്ലാം കണക്റ്റഡ് ആണ്. പക്ഷെ ഏതെങ്കിലും ഒന്ന് പഠിക്കണമെങ്കിൽ നിങ്ങൾ അതറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അതറിഞ്ഞാലേ നിങ്ങൾക്ക് ഇത് അറിയത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് പഠിക്കാൻ പറ്റുള്ളൂ എന്നൊരു സിസ്റ്റം ഇല്ലതാണ്. എല്ലാം ഇന്റർലിങ്ക്ഡ് ആണ്, എല്ലാം പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളുമാണ്. So basically that will help us reach more people, right people, and bring us the best result. Okay. So ഇതാണ്, ഇത്രയുമാണ് നമുക്ക് അനാലിറ്റിക്സിൽ ചെയ്യാനുള്ളത്. So Raki, you are there, right? അശ്വിനിയാണോ ഇന്ന് ലൈനില്? ക്ലൗഡ് 7 അതെ അതെ. രാഖി ഇന്ന് വന്നിട്ടില്ല. രാഗിയുടെ അവിടെ എന്താ നെറ്റ് ഇഷ്യൂ പറയണ്ടല്ലോ. Okay. അശ്വിനി സോണിയും കൂടെ ആ ഗ്രൂപ്പിലേക്ക് ഒന്ന് ആഡ് ചെയ്യണേ, ഓക്കെ കോഴ്സിന്റെ ഗ്രൂപ്പിലേക്ക്. ഓക്കെ. Okay. So shall we wind up for today? Yeah. Okay. So I hope the classes are getting interactive. നിങ്ങൾക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഒത്തിരി പറയുന്നതിലും കുറച്ചുകൂടെ കാണിച്ചു തരുന്നതിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. At any point of time, if you feel that I'm hurrying, അല്ലെങ്കിൽ ഞാൻ സ്പീഡ് കൂടുതലായിട്ടാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ feel free to stop me, hold on to my neck and say stop, slow, and let's go ahead. So ഞാൻ പറഞ്ഞതുപോലെ there are different tools. Google Analytics ഒരു ടൂളാണ്. Google AdSense എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതായത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു സെക്കൻഡ് ആസ്പെക്ട്സ് ഉണ്ട്. ഫസ്റ്റ് ആസ്പെക്ട്സിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് പരസ്യം ചെയ്ത് പൈസ കളയുന്ന പരിപാടിക്കാണ്. പക്ഷെ നമ്മുടെ ഒരു സെക്കൻഡ് ആസ്പെക്ട് ഉണ്ട്. നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം, യൂട്യൂബിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, മറ്റ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പോലുള്ള ടൂൾസുകളിൽ നിന്നൊക്കെ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മോണിറ്റൈസേഷൻ, എങ്ങനെ വരുമാനം ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതും നമ്മളുടെ ഒരു പ്രൈം ഗോളാണ്. അതിന് വേണ്ടിയിട്ടുള്ള ടൂൾസ് ഉണ്ട്, ഗൂഗിൾ ആഡ്സൻസ് ഉണ്ട്, അങ്ങനെയുള്ള പല ടൂൾസുകളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. So we will be covering all these. Okay, so thank you so much for today. Any questions you have? No. ഒന്നുമില്ല. So Amrita, you're all right. നിന്റെ ഒച്ച കേട്ടാ മതി.
ഇത്രയും സോഫ്റ്റ് ആയിട്ടാണ് നീ സംസാരിക്കണേ. Okay. So, Sony, thank you for joining us. ഓക്കെ. അപ്പോൾ ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ്. അത് ഓർക്കുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ബൂമിംഗ് കരിയർ ആണ്. അപ്പോൾ ആ ഒരു സീരിയസ്നെസ് നിങ്ങൾ കൊടുക്കുക. ബി ഷാർപ്പ് അറ്റ് 8 ആൻഡ് ബി അവൈലബിൾ till the class ends. Okay. 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 Thank you. Thank you. Good night. See you. Okay. Sherry. Good night. Good night. Good night.